അള്ളാന്റെ റസൂലിന്റെ മദീന, ആ മദീനയുടെ തിരുമുറ്റത്ത് ഏറ്റവും അധികകാലം ദർസ് നടത്തിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു. മദീനയുടെ തിരുമുറ്റത്തിരുന്ന് ദർസ് നടത്തുമ്പോ ഹദീസിന്റെ ഓരോ വാക്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ആ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഒഴുകുമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ, മദീനയുടെ മുറ്റത്ത് വന്ന് നിൽക്കാൻ കൊതിച്ചുപോര വൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലേക്ക് നിറഞ്ഞുപോയ മാണിക്യമുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിറഞ്ഞു പോയതുകൊണ്ടാണ്. ആ ഒരു നിറയ്ക്കലാണ് നമുക്ക് അനിവാര്യം. മാലിക് ഇമാമിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ അള്ളാന്റെ റസൂൽ നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് 16 പ്രാവശ്യം ഹദീസിന്റെ കിതാബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 16 പ്രാവശ്യം തേളുകൊത്തി ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ. ഏറ്റവും അധികം വേദനയാണ് ഒരു തേളുകൊത്തുക എന്ന് പറഞ്ഞാൽ. വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ കഴിയില്ല. കൊത്തിയപ്പോൾ 16 പ്രാവശ്യം കൊത്തിയപ്പോൾ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരു ഭാവ വ്യത്യാസമില്ല, കണ്ണൊന്ന് നനഞ്ഞിട്ടില്ല, വേദന അനുഭവിക്കുന്നില്ല. ഹദീസിന്റെ കിതാബ് മടക്കി വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട അനുസരവൃന്ദങ്ങൾ ചോദിച്ചു, എന്തേ അങ്ങ് 16 പ്രാവശ്യം ആ തേളങ്ങയുടെ കാലിൽ വന്ന് കൊത്തുന്നത് ഞങ്ങൾ കണ്ടതാ, എന്നിട്ട് എന്തേ അങ്ങേക്ക് വേദന വരാത്തരെന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാത്രികളിൽ മദീനയുടെ കവാടം തുറന്ന് ലോകത്തിന്റെ നായകനെ തന്റെ മനസ്സിന്റെ പ്രകാശമായി കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ പറഞ്ഞു കൊടുത്തരെന്താ, എന്റെ മനസ്സിന്റെ അകത്തല്ലാന്റെ റസൂല, ഞാൻ ഹദീസിന്റെ കിതാബുകൾ തുറന്നു വെക്കുമ്പോൾ മാത്രമല്ല എന്റെ ജീവിതത്തിന്റെ രാവും പകലും സായം സന്ധ്യകളിൽ മുഴുവനും എന്റെ മനസ്സിന്റെ അകത്ത് ലോകത്തിന്റെ മണിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ഒന്നും ഞാൻ അറിയുന്നില്ല. ഈ ജനസഞ്ചയത്തോട് ഞാൻ പറയുകയാണ്, അള്ളാഹു ക്യാൻസർ തരട്ടെ, ട്യൂമർ തരട്ടെ, അപകടങ്ങൾ തരട്ടെ, ദുരന്തങ്ങൾ തരട്ടെ, ദുരിതങ്ങൾ തരട്ടെ, മദീനയുടെ മണവാളെന്ന് മനസ്സിറക്കി കൊടുത്തവന് ഒരു നുള്ളു വേദനിപ്പിക്കാൻ ലോകത്തൊരു വേദനകൾക്കും സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ വലിയ വലിയ മാരക രോഗം ബാധിച്ച് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടക്കുന്നവർ പറയുന്നുണ്ട്, ആ കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നവർ പറയാൻ വേദനയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വേദനയുണ്ട് ശരീരത്തിനാണ്, എന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ എന്റെ ഹബീബ് അനുവദിക്കൂല. ആ രീതിയിലേക്ക് നമ്മൾ എത്തണം. അവിടം വരെ എത്താറെ ലോകത്ത് ഏത് വിപ്ലവത്തിന്റെ പ്രവാചക പ്രേമം നടത്തിയാലും നമ്മൾക്കെല്ലാം മാർക്ക് വെറും വട്ടപൂജ്യമാണ്. അവിടം വരെ എത്തണം. ഏതുവരെ മദീനയിൽ നിബിതങ്ങൾക്ക് കിടക്കാൻ സ്വൈര്യം കൊടുക്കാത്ത രീതിയിൽ പ്രേമിക്കാൻ തയ്യാറുണ്ടെങ്കിലേ ആ പ്രേമം സത്യസന്ധമാവൂ. അല്ലാതെ ഒരു ചെമ്പ് ബിരിയാണി കൊണ്ട് മദീനയെ വിലക്കെടുക്കാമെന്ന് കരുതരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർത്തുപോകുന്നു ഹുസൈൻ ചിശ്തി പറഞ്ഞ ഒരു മനോഹരമായ വാക്ക്, അത്ഭുതപ്പെട്ടു പോയി ഞാൻ. തന്റെ കുപ്പായത്തിന്റെ മുകളിൽ, ശരീരത്ത് ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ മുകളിൽ കണ്ണടച്ചുറങ്ങുന്ന പൂച്ചക്കുട്ടിക്ക് ഞാൻ എഴുന്നേറ്റ് പോയാൽ ഉറക്കം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുപ്പായം കീറിയെടുത്തു മാറ്റിയിട്ട് ഒരു പൈതലിനോട് മാതാവ് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ തന്റെ വീടിന്റെ മുമ്പിലൂടെ ഓടിക്കളിക്കുന്ന പൂച്ചയോട് സ്നേഹം കാണിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം